ഓം പീതാംബരം കരവിരാശംഖചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായം സന്യാസയോഗത്തില് 20 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് 21-ാമത്തെ ശ്ലോകം തൊട്ടാണ് ചിന്തിക്കേണ്ടത്. ബാഹ്യാസ്പർശേഷു അസക്താത്മാ വിദ്യത് ആത്മനിയത് സുഖം സ ബ്രഹ്മയോഗ യുക്താത്മാ സുഖം അക്ഷയം അനുസ്നുതേ. ബാഹ്യസ്പർശേഷു കൗന്ദേയ, ബാഹ്യസ്പർശേഷു അസക്താത്മാ, ബാഹ്യസ്പർശേഷു ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ അസക്താത്മാ ആസക്തി ഇല്ലാത്തവൻ, ആത്മനി എസ് സുഖം വിന്ദതി, ആത്മാവിൽ യാതൊരു സുഖം ഉണ്ടോ അതിനെ അനുഭവിക്കുന്നു. വിന്ദതി എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. ബ്രഹ്മയോഗ യുക്താത്മാ, സ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച ആത്മാവോട് കൂടിയ അവൻ അക്ഷയം സുഖം അശ്നുതേ, നശിക്കാത്ത സുഖം അനുഭവിക്കുന്നു. ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്നു. ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച ആത്മാവോട് കൂടിയ അവൻ ഒരിക്കലും നശിക്കാത്ത സുഖം, ആത്മാനന്ദം അനുഭവിക്കുന്നു എന്നർത്ഥം. അപ്പൊ ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുന്നവന് മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാകുള്ളൂ. ആത്മജ്ഞാനം ഉണ്ടാകുന്നവന് ഒരിക്കലും ബാഹ്യവിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവുകയുമില്ല. ഈ ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കാൻ കാരണം എന്താ? നമുക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്നു. ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച ആത്മാവോട് കൂടിയ അവൻ ഒരിക്കലും നശിക്കാത്ത സുഖം, ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു. നമ്മൾ ഈ ബാഹ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ ബാഹ്യ ആസുരീ സമ്പത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കില്ല. എന്ത് തന്നെ ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ ആസക്തി പൂണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ശരീരം കൊണ്ട് എത്രയെത്ര ജന്മങ്ങൾ നടന്നാലും വേണ്ടില്ല, ഒരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കില്ല. ശാശ്വതമായ സുഖം സുഖദുഃഖത്തിന് ഉപരി അനുഭവിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കണം. അത് ആത്മാനന്ദം തന്നെയാണ്, ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം തന്നെയാണ് ശാന്തി എന്ന് പറയുന്നത്. ആത്മാവിന്റെ സ്വരൂപം ശാന്തിയാണ്. ആ ശാന്തി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാഹ്യ വിഷയങ്ങളിൽ എത്ര കാലം നമ്മൾ രമിക്കുന്നോ, ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ ആസക്തി പൂണ്ട് നടക്കുന്നുവോ, ഒരിക്കലും ശാശ്വതമായ ശാന്തി സമാധാനവും ലഭിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈശ്വരപ്രാർത്ഥനയായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് സമാധാനം തേടിയിട്ടാണ് ഈശ്വരനെ പ്രാപിക്കുന്ന ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നതും ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഈ വഴിപാടുകളൊക്കെ കഴിച്ച് ചുറ്റിത്തിരിയുന്നതും ഒക്കെ ശാശ്വതമായ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച. പക്ഷെ നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നതൊക്കെ ഭൗതിക സുഖഭോഗങ്ങള് നിലനിർത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന് വരെ ഓഫർ കൊടുത്തിട്ട് വഴിപാടുകൾ കഴിച്ചിട്ട് അതുകൊണ്ട് ശാന്തി നേടാമെന്ന് വിചാരിക്കും. അതൊരിക്കലും ശാശ്വതമായ ശാന്തിയെ ലഭിക്കില്ല. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലപ്പോൾ നടക്കും. പക്ഷെ നടന്നാൽ എന്താ കുഴപ്പം? എന്താണ് ഇഷ്ടഭോഗം കിട്ടുന്നത് ചോദിച്ചു വാങ്ങുന്നത്, അതേ കാരണം കൊണ്ട് തന്നെ ദുഃഖിക്കേണ്ടി വരും. തൽക്കാലം അതുകൊണ്ട് ശാന്തി സമാധാനമൊക്കെ ഒരു സന്തോഷമൊക്കെ തോന്നുമായിരിക്കും. ഇഷ്ടഭോഗം കിട്ടിയാൽ അങ്ങനെയാണല്ലോ, കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടുന്ന പോലെയാ. അത് കിട്ടുമ്പോൾ സന്തോഷം, കുറച്ച് കഴിയുമ്പം പിന്നെ അത് വലിച്ചെറിഞ്ഞിട്ട് പുതിയത് കിട്ടിയാൽ പിന്നെ പഴയത് എറിയും എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് പുതിയത് കിട്ടുമ്പോൾ പഴയത് ഒന്നും വേണ്ടാന്ന് തോന്നും. അപ്പൊ ഇനി അത് മാത്രമല്ല, ഇഷ്ടമുള്ളത് കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടാലും ദുഃഖം. എങ്ങനെയായാലും അർജുനൻ പറഞ്ഞ പോലെ നാ കാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേ ജീവിതേനകം. അപ്പൊ ശാശ്വത സുഖമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ബാഹ്യ വിഷയങ്ങളിലുള്ള ആസക്തി, നമുക്ക് ബാഹ്യ വിഷയങ്ങൾ നമുക്ക് ശരീരത്തെ നിലനിർത്താനും
അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിൻ്റെ സുഖമൊക്കെ അനുഭവിച്ചുള്ളൂ, വിരോധമൊന്നുമില്ല. ഭൗതിക ഭോഗസുഖങ്ങളും ചിലതൊക്കെ ഭഗവാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് തന്നേക്കണം. പക്ഷെ അതുപോലും ഗുണദോഷം അറിയാതെ ആസക്തിയോടുകൂടി അതിൻ്റെ പിന്നാലെ പോയാൽ അതുകൊണ്ട് ഒരിക്കലും ശാന്തി കിട്ടില്ല എന്ന് മാത്രമല്ല, ഈശ്വരപ്രാപ്തിയും നടക്കില്ല, ഈശ്വര സാക്ഷാത്കാരവും അതിൽ നിന്ന് നടക്കില്ല. നിങ്ങൾ എത്ര കാര്യം ഭൗതിക കാര്യങ്ങളിൽ ലഭിച്ച് നടക്കുമ്പോൾ ഇതിനൊന്നും സമയമില്ല, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്ന് പറയും. കാരണം എന്താ? പ്രാരാബ്ധം എന്ന് പറയും. അപ്പൊ ഈ പ്രാരാബ്ധം പൂർവജന്മാർജിതമായിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളത് തീർക്കുകയും വേണം, പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയും കൂടെ ശ്രദ്ധിക്കണം. എന്നാലേ ഈ പ്രാരാബ്ധം ഒഴിവാവുള്ളൂ. പ്രാരാബ്ധം ഒഴിവാകത്തിടത്തോളം കാലം നിങ്ങൾക്ക് ശാന്തി സമാധാനവും കിട്ടുന്ന പ്രശ്നമില്ല. അതേ കാരണം കൊണ്ട് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ടും വരും. അത് പുണ്യത്തിന്റെ ഫലമായാലും പാപത്തിന്റെ ഫലമായാലും അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വരേണ്ടി വരും. അതില്ലാതിരിക്കണമെങ്കിൽ കർമ്മശുദ്ധി വരുത്തണം, അല്ലാതെ നടക്കില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതാകണം. ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്താൻ ശ്രമിക്കണം. ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച ആത്മാവോട് കൂടിയ അവൻ ഒരിക്കലും നശിക്കാത്ത സുഖം ബ്രഹ്മാനന്ദ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആ ബ്രഹ്മാനന്ദ അനുഭവിക്കണമെങ്കിൽ ബാഹ്യവിഷയങ്ങളിലോട്ട് ഓട്ടം പാച്ചിലും നിർത്തണം എന്നർത്ഥം. ഇപ്പം ഏഹി സ്വം സ്പർശജാ പോക ദുഃഖയോ നയ ഏവതയ അത്യന്തബന്ധ കൗന്ദേയ നദേശൂരമതേ ബുധ. സംസ്പർശജാ ഭോഗ വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങൾ എന്തൊക്കെയാണോ തേ ദുഃഖയോനയ ഏവ, അവ ദുഃഖ കാരണങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ, ഇഷ്ടഭോഗം കിട്ടിയാലും അതേ കാരണം കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്ന അർത്ഥം. ഹി തേ അത്യന്തബന്ധം എന്തെന്നാൽ അവ ആദിയും അന്തവും ഉള്ളതാണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നോ എന്തുണ്ടായിട്ടില്ലാതെയാകുന്നോ അത് ദുഃഖകാരണമായിട്ട് ഭവിക്കും. അതുകൊണ്ട് കൗന്ദേയ അല്ലയോ അർജുന, ബുധ തേഷു ന രമതേ, ജ്ഞാനി അവയിൽ രമിക്കുന്നില്ല. എന്നാൽ ആത്മജ്ഞാനം ലഭിച്ചയാള് ഈ ഭൗതിക ഭോഗസുഖങ്ങളിൽ ഒരിക്കലും രമിക്കില്ല എന്നാണ്. അതുകൊണ്ട് ആത്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഗീതോപദേശം, അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഗീതാശാസ്ത്രത്തെ ഉപയോഗിക്കേണ്ടതെന്നർത്ഥം. ആത്മജ്ഞാനം നേടാൻ ഉദ്ദേശിക്കുന്നവരെ ഗീത പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ സുഖം ലഭിക്കും, ശാശ്വതമായ സുഖം ലഭിക്കണോ. ഈ പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കർമ്മബന്ധനം ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, കർമ്മബന്ധനം വരാതിരുന്നാലേ ഇനി ഒരു സുഖം അനുഭവിക്കാൻ പറ്റും. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം ഗീത താല്പര്യത്തോടു കൂടി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കും. അല്ലാതെ വെറുതെ വായിക്കാൻ പഠിച്ചത് കൊണ്ടോ കാണാപ്പാടം പഠിച്ചത് കൊണ്ടോ പ്രയോജനമൊന്നുമില്ല. അതൊരു അച്ചീവ്മെന്റ് ആണെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ അന്തരാർത്ഥത്തെ മനസ്സിലാക്കി അത് സാക്ഷാത്കരിക്കണം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും ഗീതാ തത്വങ്ങൾ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാഹ്യ നശിക്കുന്നതായ നമ്മുടെ ശരീരമടക്കം നശിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഇന്ദ്രിയ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ കൂടുതലായിട്ട് രമിച്ച് നടന്നാൽ അതുകൊണ്ട് ശാശ്വതമായ സുഖം കിട്ടില്ല എന്ന് പറഞ്ഞ്, ആ സുഖം ശാശ്വതമായ സുഖം അനുഭവിക്കണമെങ്കിൽ ആത്മജ്ഞാനത്തോടുകൂടി ഭൗതിക ജീവിതം നയിക്കണം. അതായത് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിച്ചുകൊണ്ട് ആസുരി സമ്പത്തിന്റെ ഗുണവും ദോഷവും അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശാന്തി അനുഭവിക്കാൻ സാധിക്കും, സുഖം അനുഭവിക്കാൻ സാധിക്കും. ഗുണദോഷം അറിയാതെ ഈ ശരീരം കൊണ്ട് കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെയൊക്കെ പരക്കം പായും. അത് എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടൊന്നും ശാശ്വത ശാന്തി ഇല്ല എന്ന് കുറേ പ്രാവശ്യം അനുഭവിച്ചാലെങ്കിലും പഠിക്കണ്ടേ. ഈ ദുഃഖം അനുഭവിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പിന്നെ മറക്കും. അതാണ് കുഴപ്പം. സുഖം കിട്ടിയാലും മറക്കും. എവിടുന്നാ കിട്ടിയ എങ്ങനെയാ അത് അനുഭവിക്കണേ എന്നുള്ളത് അതിൽ അഹങ്കരിക്കും. സുഖം അനുഭവിക്കാൻ തുടങ്ങിയാൽ, പുണ്യകർമ്മത്തിന്റെ ഫലം സുഖം അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം എന്തൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ അഹങ്കരിക്കുമ്പം അതേ കാരണം ദുഃഖത്തിന് കാരണമായി പോയി. ഇനി ദുഃഖം വന്നാലോ? ദുഃഖം മാറിക്കഴിയുമ്പോ പിന്നെ ഈ ദുഃഖം വന്ന വഴിമൊക്കെ മാറും. എന്തൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായോ അതൊക്കെ മറക്കും.
സുഖം കിട്ടിയ അഹങ്കരിക്കുകയും ചെയ്യും. ദുഃഖം വരുമ്പോൾ കരയും. കരച്ചിൽ മാറിക്കഴിഞ്ഞാൽ ഈ കരഞ്ഞ കാരണം വരെ മാറും. അപ്പൊ എന്താണ് ദോഷം? ദോഷം കൊണ്ടാണല്ലോ ദുഃഖം ഉണ്ടാവുക. സുഖം മനുഷ്യന് വിശേഷ ബുദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കില്ല. നിങ്ങളെ ഗുണത്തെ മാത്രം, ഭൗതികത്തിലായാലും വേണ്ട ആത്മീയതയിലായാലും വേണ്ട, ഗുണവും ദോഷമുണ്ട്. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഗുണവും ദോഷമുണ്ട്. അതില് ഗുണത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ മതി. ഗുണം ഏത് തരത്തിലുള്ള ഗുണമുണ്ടോ അത് സുഖത്തെ നൽകുന്നതാണെന്ന് മാത്രമല്ല, അത് ദൈവാധീനമാണ്. ഈശ്വരന്റെ ഗുണമാണ് ഏത് തരത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാം. അത് സാത്വിക ഭാവത്തിലെ ഈശ്വരന്റെ ഭാവം പ്രകടമാകൂ. സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും സാത്വികമായ അനുഭവമാണ്. സാത്വികമായ ഗുണത്തിന്റെ ഫലമാണ് സുഖം അനുഭവിക്കാൻ. ബാക്കി തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സുഖം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധ്യത. അഥവാ കിട്ടിയാലും അതൊക്കെ താൽക്കാലികമായിരിക്കും. ശാശ്വതമായ സുഖം പോണോ സാത്വികതയിൽ നിൽക്കണം. അത് ആത്മബോധത്തോടു കൂടി ജീവിക്കണം. അങ്ങനെ ആയാൽ സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ സാധിക്കും. അതാണ് ഗീതാശാസ്ത്രം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അനായാസന ജീവിതവും സാധ്യമാണ്. ശരീരം ത്യജിക്കുമ്പോൾ അനായാസന മരണവും സാധ്യം. അപ്പൊ അതുകൊണ്ട് വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങൾ എല്ലാം ദുഃഖഹേതുക്കളായിട്ട് മാറും. എന്തെന്നാൽ അവയ്ക്ക് ആദിയും അവസാനമുണ്ട്. അവ ശാശ്വതങ്ങളല്ല. അതിനാൽ അർജുന, വിവേകികൾ അവയിൽ ഒരിക്കലും രമിക്കുന്നതല്ല. എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമാണ് തേടുന്നത്. എന്നാൽ വിവേകമില്ലാത്തവൻ നശ്വരങ്ങളും ദുഃഖഹേതുക്കളുമായിരിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. വിവേകികൾ വിഷയസമ്പർക്കം ഉപേക്ഷിച്ച് അക്ഷയമായ ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്യും. ഇതെങ്ങനെ നമ്മളിപ്പോ തിരിച്ചറിയാ നമ്മൾ ഏത് മാർഗത്തിലാന്ന്? എന്നാലേ നമുക്ക് പരിവർത്തനം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഏത് മാർഗത്തിലാ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം എന്നർത്ഥം. ശാശ്വതമായ സുഖത്തിന്റെ പിന്നാലെയാണോ അതേ ഭൗതികമായ സുഖഭോഗങ്ങളുടെ പിന്നാലെയാണോ? ഞാൻ ശാശ്വതമായ സുഖത്തിന്റെ പിന്നാലെ, എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ഭൗതികമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരാ ശാന്തി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭൗതികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിന് വിഘ്നം ഉണ്ടാകുക. നമ്മൾ ഏത് തരത്തിലാണെങ്കിലും അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട്, ഇല്ലെങ്കിൽ ഈ സംഘദോഷമോ സമ്പർക്ക ദോഷമോ ഗുണവും ദോഷവും തിരിച്ചറിയാതെ മറ്റൊരാൾ പ്രവർത്തിച്ചാലും നമ്മൾ പ്രവർത്തിച്ചാലും നമ്മൾ നേരിട്ട് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. ഇപ്പൊ ഗുണദോഷം തിരിച്ചറിയാതെ ശരിക്ക് അവബോധം ഇല്ലാതെ ഓരോന്ന് ചെയ്താൽ അതിന്റെ ഇരട്ടി ക്ലേശങ്ങളും നമുക്കുണ്ടാകുന്നത്. അത് ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഉണ്ട്. ഇപ്പൊ അതാണ് ഇപ്പൊ പന്തൽ പൊളിച്ചിട്ട് നേരെയാക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. ശരിക്കും ആദ്യം തന്നെ ഞാനിവിടെ ഇല്ലാതെ ഇരുന്നപ്പോൾ പന്തലിട്ടു. അത് പിന്നെ ഒന്നുകൂടെ റിപ്പയർ ചെയ്യാൻ ആൾക്കാരെ ഏൽപ്പിച്ചു. അതും അവരും വേണ്ടവണ്ണം ഗുണം തരാൻ പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ ചെയ്തില്ല. ഇപ്പൊ അതാ മുഴുവൻ പൊളിച്ചിട്ട് നേരെയാക്കുക, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് പണിക്കാർക്കും കൂടെ ഐഡിയ വേണം. അവർക്ക് ഗുണദോഷം എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താലും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പണി ചെയ്യിപ്പിക്കാൻ വലിയ പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വർക്ക് നടന്നില്ലെങ്കിൽ അതിന്റെ പരിണതഫലം അനുഭവിക്കേണ്ട ആരാ? അതിനകത്തിരിക്കുന്ന നമ്മള്. ഇപ്പൊ ആ വച്ചിരുന്ന കഴിയൊക്കെ വെള്ളത്തിന്റെ ഭാരം കൊണ്ട് ഓരോന്നോരോന്ന് പൊട്ടി വീഴാൻ തുടങ്ങുന്ന ലക്ഷണം കണ്ടപ്പോ തന്നെ ഞാൻ വരാന്തയിലേക്ക് മാറി. ഇല്ലെങ്കിൽ മഠത്തിലല്ല കിടക്കേണ്ടി വരാ, പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും ചിലപ്പോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുത്തി വെക്കുന്ന ചില ഇരട്ടി പൈസയും ചിലവാ, സമയവും വേസ്റ്റാണ്. അത് ശരിക്കും പ്ലാൻ ചെയ്യാതെ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ചെയ്തു. പിന്നെ രണ്ടാമത് റിപ്പയർ ചെയ്തപ്പോൾ പണിക്കാർ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല. അതിന്റെ പരിണതഫലമാണ് ഇപ്പൊ എന്തായാലും മുഴുവൻ അഴിച്ചിട്ട് നേരെയാക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു മഴ 2 ദിവസമായിട്ട് മഴയുള്ളൂ. ആ മഴയത്ത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത രസമുണ്ട്. ഇങ്ങനെ ഒരു 2-3 മാസം എന്തായാലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ എന്തായാലും മഴ കൊട്ടിയടച്ച് പെയ്യും. ഇത്തവണ വെള്ളം കൂടുതലുമായിരിക്കും. മുങ്ങും കേരളത്തിന്റെ പകുതി. അപ്പൊ അതിന്റെ ലക്ഷണവും കൂടെ കണ്ടുകൊണ്ട് നമ്മളില്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇതുകൊണ്ടൊന്നും പരിഹാരമില്ല. ദ്വാരക മുങ്ങിയ പോലെ മടവും മുങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യാ? നിവൃത്തിയൊന്നുമില്ല. അതും കൂടെ പ്രതീക്ഷിച്ചുള്ളന്നർത്ഥം. മനസ്സിലായില്ലേ? ദ്വാരക മുങ്ങിയ പോലെ ചിലപ്പം മടവും മുങ്ങിയാൽ എല്ലായിടവും മുങ്ങിയാൽ അങ്ങനെയാണ് അമ്പലവും മുങ്ങും. മടം മുങ്ങിയാൽ അവിടെ അമ്പലവും മുങ്ങും. പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ.
എല്ലാവരും മുങ്ങുവാണെങ്കിൽ പിന്നെ നമുക്കെന്താ പേടിക്കാൻ? എല്ലാം അനുഭവിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് എന്തൊക്കെ പരിഹാരം ഉണ്ടെങ്കിലും ചിലതൊക്കെ അനുഭവിക്കേണ്ട യോഗം ഉണ്ടെങ്കിൽ അങ്ങനെയും പ്രാരാബ്ധം അനുഭവിച്ച് തീർക്കണം എന്നർത്ഥം. അപ്പം അതിലും വ്യാകുല ചിത്തരാകരുത്. എന്തിലും സന്തോഷം, എന്ത് ക്ലേശം വന്നാലും വേണ്ടില്ല, അനുഭവിക്കാൻ തയ്യാറായാൽ പിന്നെ പ്രശ്നമില്ല. സുഖത്തെയും സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. ഇവിടെയാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാതെ. ക്ലേശങ്ങളെയും കുന്തിദേവി പ്രാർത്ഥിച്ച പോലെ വന്നോട്ടെ വന്നോട്ടെ. നമുക്ക് യഥാർത്ഥത്തിൽ ദുഃഖവും ക്ലേശവും ഉണ്ടായാലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ വിളിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്നും സുഖമാണെങ്കിൽ മറന്നിട്ട് പ്രവർത്തിക്കും. അതാ കുഴപ്പം. വന്ന വഴി തന്നെ മറക്കും അല്ലേ? അപ്പം അതുകൊണ്ട് വിവേകികൾ വിഷയസമ്പത്ത് ഉപേക്ഷിച്ച് അക്ഷയമായ ആനന്ദം തേടുന്നവരുമാണ് അവർ നേടുകയും തേടുന്നവരെ അവർക്ക് നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശക്നോതി ഹവേസോടും പ്രാക് ശരീര വിമോക്ഷനാത് കാമക്രോധോത്ഭവം വേഗം സയുക്ത സുഖീനര. യാ ശരീര വിമോക്ഷനാത്, യാതൊരുവൻ ശരീരം ഉപേക്ഷി പ്രാക് ഇഖ ഇവ ഏവ എന്നാണ്. പ്രാക് ഇഹ ഏവ, അതായത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ വച്ച് തന്നെ കാമക്രോധോത്ഭവം വേഗം, കാമക്രോധാദികളിൽ നിന്ന് ഉണ്ടാകുന്ന സോടും ശക്നോതി ശോഭത്തെ സഹിക്കാൻ അഥവാ ജയിക്കാൻ ശക്തനാകുന്നുവോ സ നര യുക്ത സ സുഖി, ആ മനുഷ്യൻ യോഗിയാകുന്നു, അയാൾ യഥാർത്ഥ സുഖിയുമാകും. അപ്പൊ നമ്മളോട് ഭഗവാൻ പറയുന്ന യോഗിയാകാനാണ്. യോഗിയാകാന്ന് പറഞ്ഞാൽ എന്താ? ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മജ്ഞാനിയായ യോഗാവും നമ്മുടെ ശരീരശക്തികളെയും ഈശ്വര ശക്തിയെ, അതായത് പ്രത്യക്ഷ പ്രകൃതി ശക്തികളെയും നമ്മുടെ ഈശ്വര ദൈവിക സമ്പത്തിനെ എങ്ങടെ യോജിപ്പിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ആ യോജിപ്പിച്ചാലേ യഥാർത്ഥ സുഖം തരും. നെഗറ്റീവും പോസിറ്റീവും കൂടെ യോജിക്കണം, അപ്പോഴല്ലേ ലൈറ്റ് കുത്തുള്ളൂ. അതേപോലെ തന്നെ ഇടയും പിങ്കളയും കൂടെ യോജിപ്പിക്കണം, അപ്പോഴാണ് അവിടെ 2 അങ്കുലം വ്യത്യാസം ഇല്ലാതെ വരും. മറ്റേ 2 അങ്കുലത്തിൽ ആ വ്യത്യാസത്തിൽ നിൽക്കണം. ഞാനും എൻ്റെയും അതൊരിക്കലും യോജിക്കില്ല. ഞാനും എൻ്റെ എന്നുള്ള ഭാവത്തിൽ നിന്നാൽ ഒരിക്കലും അത് യോജിക്കില്ല. അവരുടെ എങ്ങാനും മഴ പെയ്താൽ എൻ്റെ മോളെ ഷീട്ടിട്ടെന്ന് പറയും. എനിക്ക് അകത്ത് പുസ്തകമൊക്കെ ഇരിക്കണ്ടാക്കുന്നതാണ്. എങ്ങനെ മഴ പെയ്യാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് ആ ഷീറ്റ് എണ്ണം വലിച്ചിടണം. ഇതിന്റെ അകത്ത് പുസ്തകമൊക്കെ ഇരിക്കണ്ട, ഒക്കെ നനയും. അതാ ഞാൻ പറഞ്ഞ, എവിടെയും പോവും വരും. അവർക്കോട് കഴിക്കാൻ ഒക്കെ പറയാറുണ്ട്, കഴിച്ചോളാൻ പറയായിരുന്നു 10 മണി. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു, യാതൊരാൾ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ വെച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ ക്ഷോമത്തെ ജയിക്കാൻ ശക്തനാകുന്നുവോ ആ മനുഷ്യൻ യോഗിയാകുന്നു, അയാൾ ശാശ്വതമായ സുഖവും അനുഭവിക്കുന്നു. കാമക്രോധാദികളെ ജയിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിൽ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ശാശ്വത സുഖം നേടാൻ കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരടുത്ത ജന്മമൊന്നും കാത്തിരിക്കുകയൊന്നും വേണ്ട. ഇപ്പൊ ഈ ശരീരത്തോടു കൂടി ഇവിടെ ഇപ്പൊ ജീവിച്ചിരിക്കണ്ടല്ലോ. ആ സമയത്ത് മരിക്കുന്നതിന് മുമ്പെങ്കിലും, ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പെന്ന് ഭഗവാൻ പറഞ്ഞു, ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ കാമക്രോധാദികളിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ ക്ഷോഭത്തെ ആര് നിവർത്തിക്കുവാൻ ശക്തനാകുന്നുവോ ആ മനുഷ്യൻ യോഗിയായി ഭവിക്കും. നമ്മുടെ ശരീരശക്തികളെയും ഈശ്വര ശക്തിയും ആസുരീ സമ്പത്തിനെയും ദൈവിക സമ്പത്തിനെയും യോജിച്ച് പ്രവർത്തിപ്പിച്ചാലേ ഈ പറയുന്ന സുഖം ഉണ്ടാകും. നമുക്കൊരു ബൾബ് കത്തിക്കണമെങ്കിൽ ഇല്ലേ, ഫാൻ ഓടിക്കണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം. അത് തുല്യ ബാലൻസ് ചെയ്ത് യോജിച്ചാലേ ബൾബ് കത്തുള്ളൂ. അതേപോലെ ഫാൻ കറങ്ങും. ഈ മൈക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതേ പോളിസിയാണ്. അപ്പം നമുക്ക് പോസിറ്റീവ് എനർജിയാണ് ദൈവിക സമ്പത്ത്, നെഗറ്റീവ് ആണ് ആസുരീ സമ്പത്ത്. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതാണ്
ആസുരി സമ്പത്ത്. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ശരീരത്തോടു കൂടി ജീവിക്കുമ്പം ഇത് രണ്ടും ഉപയോഗിക്കാതെ ജീവിക്കാനും പറ്റില്ല. ഇതിനെ യോജിപ്പിച്ച് ഉപയോഗിക്കുന്നവൻ, ആ മനുഷ്യൻ എന്തായി? യോഗിയായി. അവനാണ് അപ്രാപ്യസ്യ പ്രാപ്യതേതി യോഗം പറയും. നമുക്ക് ഈ ബാലൻസ് തെറ്റണ കുഴപ്പം. ബാലൻസ് തെറ്റുന്നത് ഈശ്വര ശക്തി നിങ്ങൾ എത്ര ആർജിക്കുന്നോ അതിന്റെ ബാലൻസ് കുറഞ്ഞാൽ ആസുരി സമ്പത്തിന്റെ ബാലൻസ് കൂടും. അപ്പൊ ബാലൻസ് നഷ്ടപ്പെടും. അപ്പൊ ദൈവീയ സമ്പത്ത് മനുഷ്യജന്മത്തില് നമ്മള് അത് താൻ പാതി ദൈവം പാതി എന്നൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് അതും വെറുതെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാലൊന്നും കാര്യമില്ല. ദൈവം ചെയ്യാനുള്ള പണ്ടേക്ക് പണ്ട് ചെയ്തു കഴിഞ്ഞു. നമുക്ക് ജന്മം നൽകിയത് തന്നെ ദൈവം. അതിൽ ഈശ്വരന്റെ ശക്തി നമ്മുടെ ശരീരത്തെ കലർത്തി വിട്ടേക്കണമെന്നും ദൈവം. അപ്പൊ ദൈവം തരാനുള്ള ദൈവീയ സമ്പത്ത് 50% നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള നമ്മളാ. അപ്പൊ ഈ ദൈവീയ സമ്പത്ത് സ്റ്റേബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭൗതികമായിട്ട് പോലും അനായാസനം ജീവിക്കാൻ സാധിക്കൂ. നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആസുരി സമ്പത്ത് പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ ആശ്രയിക്കാം. അപ്പൊ 50% ദൈവിക സമ്പത്ത് കുറയാതെ നോക്കുക എന്നുള്ള ആദ്യത്തെ ഡ്യൂട്ടി. കുറയാതെ, ഈ ശരീരം കൊണ്ട് വേണം അതിനെ കുറയാതെ നോക്കാൻ. അപ്പൊ ശരീരം ആസുരി സമ്പത്താണ്. അത് ഉപയോഗിക്കാതെ ദൈവിക സമ്പത്തിനെ നമുക്ക് പോഷിപ്പിച്ച് നിർത്താൻ സാധ്യമല്ല. അപ്പൊ ശരീരത്തെ യഥാവിധി സംരക്ഷിക്കണമെങ്കിൽ പോലും ശരീരമാധ്യം കലു ധർമ്മസാധനം. അതുകൊണ്ടാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞത്, നീതം കുരു കർമ്മത്തം കർമ്മജായോഗ്യ കർമ്മണ ശരീരയാത്രാപിതേ നാ പ്രസിദ്ധ്യേത കർമ്മണ എന്ന് പറഞ്ഞല്ലോ. നിത്യ നൈമിത്യ കർമ്മത്തിലൂടെ ശരീരത്തെ പോഷിപ്പിച്ച് വേണ്ട വിധം സംരക്ഷിച്ച് നിർത്തണം. അതിനും ദൈവത്തെ ആശ്രയിക്കണം. എങ്കിലേ ശരീരം പോലും രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ദൈവീയ സമ്പത്തിനായിരിക്കണം പ്രാധാന്യം എന്നർത്ഥം. അതിനെ പോഷിപ്പിക്കാനായിരിക്കാം. അതാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ ഇത്രയത്യം ക്ലിയർ കട്ട് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ട്, ദേവാൻ ഭാവേതാനേനതേ ദേവ ഭാവേന്ദുവാക പരസ്പരം ഭാവേന്തക ശ്രേയ പരമവാപ്സ്യ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീയ ശക്തിയെ പോഷിപ്പിക്കാൻ തന്നെ പറയണേ. ഇന്നലെ നമ്മള് ആ ശ്രീകൃഷ്ണന്റെ ശരീരത്തെ പറ്റി പഠിച്ചപ്പോഴേ ഗോപികളും യശോദാമ്മയും ഒക്കെ ആ ശരീരത്തെ എങ്ങനെയൊക്കെ രക്ഷിക്കേണ്ടത്, എന്തൊക്കെ മന്ത്രങ്ങളാ ജപിച്ചതെന്ന് വെക്കുള്ളൂ. ആ മന്ത്രം ശിശുക്കൾക്ക് മാത്രമൊന്നുമല്ല, നമ്മളും ജപിച്ചോളൂ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മോളിൽ നിന്നും താഴെ നിന്നും ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. 5 ശ്ലോകത്തിൽ ഈ രഹസ്യം മുഴുവനുണ്ട്. അത് നിത്യകർമ്മത്തിൽ ജപിച്ചോളൂ. അത് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കലാകും, നിങ്ങളുടെ ആസുരി സമ്പത്താകുന്ന ശരീരത്തെ സംരക്ഷിക്കുക. ആ ശരീരം ചെയ്യാതെ, ശരീരം സംരക്ഷിച്ച് നിർത്താതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൗതിക ഭോഗസുഖങ്ങൾ പോലും അനുഭവിക്കാൻ സാധിക്കും. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ അത് അനുഭവിക്കാം? ആ ശരീരമാധ്യം കലു ധർമ്മസാധനം. ശരിക്കും അതിൻ്റെ മുകളിൽ അനാഥാക്യം അതിനകത്തിരുന്ന് പൂജ വയ്ക്കാനുള്ള സൗകര്യമാക്കി. ഇവിടെ അല്ലാതെ ആരും വന്നിരിക്കണമില്ല അല്ലേ? ഗൂഗിൾ മീറ്റിലിരിക്കുന്നവർക്ക് എന്തിനീ പന്തല്? ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് എന്തിനാ പന്തല്? അപ്പം അതുകൊണ്ട് നമ്മുടെ 50% ദൈവീയ സമ്പത്തിൽ, ദൈവീയ ശക്തിയിൽ 0.01% തന്നെ കുറവായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഡിസ്റ്റർബൻസ്, ദൈവാധീനം ലേശം ബാലൻസ് തെറ്റിയാൽ മതി. അപ്പം നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ പറയുന്ന താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ശാന്തി, ശരീരത്തിന് പോലും സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവും.
എന്നാൽ അത് കൂട്ടിയാലോ ദൈവിക സമ്പത്ത് 0.01% കൂടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി അറിയാം അതിൻ്റെ തേജസ്, അതിൻ്റെ പ്രസന്നത. ഇത് നമ്മൾ തിരിച്ചറിയണം. അതാണ് അതിന്റെ ഗുണം ദോഷം തിരിച്ചറിയണം. ആസുരി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവിക സമ്പത്ത് കുറയും. ദൈവിക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ആസുരി സമ്പത്തിനെ പോലും നിലനിർത്താം. ഇത് ഒരു പോളിസി മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക സമ്പത്തിനെ പോഷിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ആസുരി സമ്പത്തിനെ നിങ്ങൾക്ക് ഗുണോ ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കാതെ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉള്ള ദൈവിക സമ്പത്തും കൂടെ കുറയുകയും ചെയ്യും. അതിൻ്റെ അവിദ്യാദി ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ശാരീരികമായിട്ടും താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും നിങ്ങൾക്ക് പ്രാരാബ്ധം തീർത്താൽ തീരാത്തതായിട്ട്. നമുക്ക് തീർത്താൽ തീരാത്ത പ്രശ്നം വരുമ്പോഴാണല്ലോ ഒരു പ്രശ്നക്കാരൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ രാശി വെച്ചാൽ എന്താ ആദ്യം പറയാ? ഒന്നും അറിയാൻ മേലാത്ത ജ്യോത്സ്യൻ രാശി വെച്ചാലും നിങ്ങൾ പ്രശ്നം കൊണ്ടാണ് അവിടെ ചെല്ലുന്നതെന്ന് ഓട്ടോമാറ്റിക് അറിയാമല്ലോ, അല്ലേ? തീർത്താ തീരാത്ത പ്രശ്നമുള്ളവരല്ലേ, രോഗമുള്ളവരല്ലേ ഡോക്ടറെ കാണാൻ പോവുള്ളൂ, പ്രശ്നമുള്ളവരല്ലേ പ്രശ്നക്കാരെ കാണാൻ പോവുള്ളൂ. അപ്പൊ രാശി വെച്ച് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും കണ്ണുപൊട്ടനായിരിക്കുന്ന ജ്യോത്സ്യനും പറയാൻ ദൈവാധീനം പറഞ്ഞിരിക്കുന്നു. ദൈവാധീനം കൂട്ടാൻ എന്താ പറയാ? സാധാരണഗതിയിൽ സർപ്പത്തിന് കൊടുക്കൂ, പരദേവതയ്ക്ക് കൊടുക്കൂ, ഗുരുവായൂരപ്പന് ഒരു പാൽപ്പായസം കഴിക്കൂ, നിങ്ങളുടെ പരദേവതേത ആരെങ്കിലും പൂജിച്ചുകൊണ്ടിരുന്നോ എന്ന് ചെയ്യാറില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ടോ? അത് ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലാതെ വേറെ എന്താ ഒരു ജ്യോത്സ്യന് ചോദിക്കാനുള്ളത്? ഇതിലേതെങ്കിലും നിങ്ങൾ ആ ശരിയാന്ന് പറയും. പിന്നെ മനുഷ്യന് കോമൺ ആയിട്ടുണ്ടാകുന്ന കുറച്ച് ദുരിതങ്ങളെ പറ്റിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാട്ടോ ഞാനിതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോമൺ ആയിട്ട് എല്ലാവരും അനുഭവിക്കുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് രാശിയൊന്നും വയ്ക്കാതെ പറയാം. ഒരാളിവിടെ വന്നാൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾ 6 മാസമായിട്ട് അനുഭവിക്കണേ, എന്താ പ്രശ്നം, 1 വർഷം മുമ്പ് എന്താ അനുഭവിച്ചത്, ഇപ്പൊ എന്താ, നാളെ എന്താ അനുഭവിക്കുക, ഒരു രാശിയും വെച്ച് നോക്കണ്ട. പ്രശ്നമില്ലാത്തവര് പ്രശ്നം അന്വേഷിച്ച് പോകില്ലല്ലോ. നിങ്ങളെപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോവുക? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രോഗം തന്നെ ചികിത്സയ്ക്ക് ഒരു തലവേദന വന്നാൽ കഴിക്കാനുള്ള ഗുളികയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലേ? ഇല്ലെങ്കിൽ പഴയ ചീട്ട് എടുത്തുകൊണ്ട് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അത് ഒരു ഡോസ് കഴിക്കുമ്പോൾ തന്നെ മാറും, പിന്നെ അത് വേസ്റ്റായിട്ട് അവിടെ കിടക്കും, ഇല്ലേ? മരുന്നില്ലാത്ത വീട് ഏതാ ഉള്ളത് ഒന്ന് പറയാമോ എനിക്ക്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്. ഇന്നാളിപ്പോൾ മൊബൈലിൽ ഒരു സീൻ കണ്ടു. ഭർത്താവിന് ഒരസുഖമില്ല, എന്നിട്ട് ഭാര്യ കൊണ്ടുവന്ന് ഒരു മരുന്ന് നിർബന്ധിച്ച്, മകളും കൂടെ കൂട്ട് നിന്നിട്ട് നിർബന്ധിച്ച് വെള്ളം കൊടുത്ത് ഈ ഗുളിക കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തിനാ ഇപ്പം എന്നെ ഗുളിക കഴിപ്പിക്കണത്? കഴിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ് അത് ഇന്നും കൂടെ ഉള്ളൂ ആ ഗുളികയ്ക്ക് എക്സ്പയറി ഡേറ്റ്, നാളെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. അപ്പം അത് മേടിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്നർത്ഥം. ശരി. എന്നിട്ട് ഭർത്താവിനെ നിർബന്ധിച്ച് ആ ഗുളിക കഴിപ്പിക്കുക. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ നാളത്തേക്ക് ആയാലേ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും, അതിക്ക് യാതൊരു അസുഖമില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ഒന്നും രസകരമായിട്ട് കണ്ടു ഒരിക്കല്. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുക എവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയയില്. ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഭാര്യ തലവേദനയ്ക്ക് 2-3 ഗുളിക കയ്യിലുണ്ട്, അതാ ഈ വെള്ളവും കയ്യിലുണ്ട്, ദാ ഈ തലവേദനയ്ക്കുള്ള ഗുളിക കഴിക്കും. അപ്പൊ അയാൾ പറയും എനിക്ക് തലവേദന ഇല്ല, എന്നാ അതാ ഇത് പല്ല് വേദനയ്ക്കുള്ള ഗുളികയാണ്, ഇത് കഴിച്ചോളൂ. ഇതും വേണ്ട, ഇത് എനിക്ക് തലവേദന ഇല്ല, പിന്നെ എന്തിനാ ഞാൻ ഗുളിക കഴിക്കണേ? എന്നാ അതാ ഇത് വയറുവേദനയ്ക്കുള്ള ഗുളിക, അതും വേണ്ട, എനിക്ക് വയറുവേദനയില്ല, പിന്നെന്താ? ഒരു അസുഖമില്ലല്ലോ നിങ്ങൾക്ക്, എന്നാ പോയി റേഷൻ മേടിച്ചോണ്ട് വരുമെന്ന് പറയും. ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക, പോയി റേഷൻ മേടിച്ചോണ്ട് വരൂ. ഒരു അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ കുത്തിയിരിക്കണേ? 5 വയസ്സിന്റെ പണിയെടുക്കില്ല. ഭാര്യ അംഗൻവാടി പോയിട്ടോ ഇല്ലേ അങ്ങനെയുള്ള പണിയെടുത്തിട്ടാണ് റേഷൻ മേടിച്ച് 3 നേരം കഴിക്കണേ. എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ എന്നാ റേഷൻ കടയിൽ പോയിട്ട് ആ റേഷനെങ്കിലും മേടിച്ചോണ്ട് വന്നുകൂടെ എന്നാണ് ഭർത്താവിനോട് ചോദിക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഇത് കേരളത്തിലെ സംഭവമാണ്.
ഇങ്ങനെ അലസന്മാരായിട്ടിരിക്കുന്നവർ അനേകം പേരുണ്ട് കേരളത്തിലെ, കുഴിമടിയന്മാരായിട്ട്. അവനവന് വേണ്ട കാര്യവും ചെയ്യില്ല, വീട്ടിലേക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യില്ല. പണിയെടുക്കുന്ന പാവം ഭാര്യമാര് പോയി പണിയെടുത്തിട്ട് 3 നേരം ഭക്ഷണം കഴിച്ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ മൊബൈലിൽ ചാർജ് തീർന്നാൽ അതും ചാർജ് ചെയ്യണമെങ്കിൽ ഭാര്യയോട് ചോദിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ദൈവിക സമ്പത്ത് എങ്ങനെ പോഷിപ്പിക്കുക എങ്ങനെയുള്ളവർക്ക്? ഇങ്ങനെ ഇരുന്ന് അവസാനം ഈ ഗുളികയൊക്കെ കൊണ്ടു കൊടുത്ത് കഴിക്കേണ്ട, എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഇല്ലാത്ത അസുഖമൊക്കെ വരും. വെറുതെ ഇരുന്നിട്ട് ശരീരം പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ നിത്യനൈമിത്യ കർമ്മം ചെയ്തില്ലേ ശരീരത്തെ പോലും രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് പറഞ്ഞു. നമ്മൾ ഈ ശരീരത്തെ ഭഗവാൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ ലോകത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ സുഖം അനുഭവിക്കാൻ പ്രാക്ടീസ് ചെയ്തു. അതിന് യോഗിയാകാനാ പറഞ്ഞു. എന്താ യോഗം? ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവിക സമ്പത്തിനെയും ആസുരി സമ്പത്തിനെയും യോജിപ്പിച്ച് പ്രവർത്തിക്കുക. ഇത് തന്നെയാണ് ഗീത അവസാനിക്കുമ്പോഴും ആ സഞ്ജയൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുത്തര തത്ര ശ്രീ വിജയോദ്ബോധോ നേതർമതിർമമ എന്ന് പറഞ്ഞത്. ആരാണോ പ്രകൃതിയും പുരുഷനെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് അവനാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുക. പുരുഷശക്തി എന്ന് പറയുന്നത് ദൈവാധീനമാണ്, ഈശ്വരന്റെ ശക്തിയാണ്. പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരമാണ്. ഇതിനെ യോജിപ്പിച്ച് നിർത്തി പ്രവർത്തിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. ശരീരം ഉപേക്ഷിച്ച് പോകുന്നതും അനായാസമായിട്ട് നമുക്ക് ഒരു ആശുപത്രിയിൽ പോയിട്ട് മൂക്കിലും വായിലും ട്യൂബ് കയറ്റി കിടന്ന് മരിക്കേണ്ടതൊന്നും വരില്ല എന്നർത്ഥം. അനായാസന മരണവും സാധ്യമാണ്. അത് ഈ ശരീരത്തോടെ ആയുരാരോഗ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്ന പോലെ അനുസരിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിലേ ഈ പ്രദേശത്തുള്ള ആശുപത്രികളൊക്കെ പൂട്ടിപ്പോവും. ഒറ്റ എണ്ണ അനുസരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് അകത്താക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ കൊറോണ 2ാമതും വരണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇന്നത്തെ ന്യൂസിലുണ്ട് ആരോ 1-2 പേരെ ഇന്ത്യയിൽ തന്നെ കൊറോണ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് വിടില്ല. ഗുരുവായൂരപ്പൻ ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, യാതൊരു സംശയമില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ശരീരത്തോടുകൂടി മനുഷ്യന് വിശേഷ ബുദ്ധിയൊക്കെ എന്തിനാ തന്നെന്ന് ഭഗവാൻ തന്നെ ഉദ്ധവോപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ധവനോട് കൃഷ്ണൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ ഉദ്ധവ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയായിപ്പോയി? ഒരു ദിവസത്തിൽ തന്നെ 3 വട്ടം ഞാൻ ചോദിക്കും, ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയി? ബ്രാഹ്മണര് പോലും ഇങ്ങനെയാണ്. 5 പൈസ അവരുടെ പ്രയോജനം ഇല്ലാതെ ജീവിതം കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായ. യോ അന്തസുഖോ അന്തരാരാമോ തഥാ അന്തർജ്യോതിരേവ്യ സ യോഗീം ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. യാ അന്തസുഖ, യാതൊരുവൻ ആത്മാവിൽ സുഖിക്കുകയും അന്തരാരാമ, അതിൽ തന്നെ വിഹരിക്കുകയും ചെയ്യുന്നുവോ, തഥാ യാ അന്തർജ്യോതിയേവയ, അപ്രകാരം തന്നെ ആത്മപ്രകാശത്തെ കാണുന്നുവോ, സ യോഗീം ബ്രഹ്മഭൂതാഹ, ആ യോഗി ബ്രഹ്മമായി ഭവിച്ചിട്ട് ബ്രഹ്മനിർവാണം അധിഗച്ഛതി, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത് മനുഷ്യ ശരീരം കിട്ടിയേക്കണത് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് യോഗിയായിക്കൊണ്ട് ബ്രഹ്മനിഷ്ഠനായി ബ്രഹ്മത്തെ പ്രാപിക്കാൻ മനുഷ്യ ജന്മത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഈ ഗജേന്ദ്രനായിക്കോട്ടെ, മൃഗമായിട്ട് പണ്ട് ഗന്ധർവനായിരുന്ന ആളാണ് ഗജേന്ദ്രനായിട്ട് വന്നത്. മുതലയായിട്ട് ജനിച്ചത് അവർ തമ്മിലുള്ള ബന്ധം കടിപിടി കൂടിയിട്ട് അവരും തീർത്തത് ആ മൃഗമായിട്ടിരുന്നാലും അത് മോക്ഷമല്ല അവർക്ക് കൊടുത്തത്. അവര് ഏത് സ്ഥാനത്ത് നിന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് തിരിച്ചു പോയത്. ഗന്ധർവനായിരുന്നാല് ഗന്ധർവനായിപ്പോയി. ഇപ്പൊ നളകുബേരന്മാരെ നമ്മൾ കണ്ടില്ലേ? മരമായി പോയതിനെ ഭഗവാന്റെ സ്പർശം കൊണ്ട് അവർക്ക് പഴയ പോസ്റ്റ് തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ മോക്ഷം കിട്ടിയിട്ടില്ല. മാനായിരുന്ന ആളെ പിടിച്ച് തിരിച്ച് ജഡഭരതനായിട്ട് ജനിച്ചു. അവിടെയും ഭരത ആകാൻ മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരു മാന്റെ പിന്നാലെ പോയിട്ട് അവിടെ കെട്ടുപാടുണ്ടാക്കി, മമതാബന്ധം ഉണ്ടാക്കി, അവസാനം എന്തിനെയാണോ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയത്
അതായിട്ട് മാറി, മാനായിട്ട് ജനിച്ചു. അവിടെ മോക്ഷം ഉണ്ടായില്ല. പിന്നെ എന്താ, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ജഡഭരതനായിട്ട് ജനിക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഈ ശരീരം മനുഷ്യന്റെ ഈ ജന്മത്തിൽ തന്നെ കിട്ടിയിട്ട് അത് വേണ്ട വിധത്തിൽ ഗുണവും ദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠത ബുദ്ധിയും ഒക്കെ നമുക്ക് ഇന്ദ്രിയ ശക്തികളും ഒക്കെ നൽകിയിട്ടും ഈ മനുഷ്യനൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ഭഗവാൻ വരെ ചോദിച്ചെങ്കിൽ ഞാൻ ചോദിക്കുന്നതിൽ എന്താ അത്ഭുതമുള്ളൂ? അതുകൊണ്ട് യാതൊരുവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുകയും അതിൽ തന്നെ വിഹരിക്കുകയും ആത്മപ്രകാശത്തെ കാണുകയും ചെയ്യുന്നുവോ ആ യോഗി ബ്രഹ്മമായി ഭവിച്ചിട്ട് ബ്രഹ്മനിർവാണത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അന്തർജ്യോതി പ്രകാശ രൂപമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് അന്തർജ്യോതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ആജ്ഞാചക്രത്തിൽ പ്രകാശിച്ച് കാണും ബിന്ദു രൂപത്തില്. അതിനാണ് ആജ്ഞാചക്രത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി പറഞ്ഞു വരുമ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞ് ആത്മജ്യോതി കാണണം എന്ന് പറയുന്നു. ആത്മജ്യോതി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് തന്നെ. അതായത് നമ്മളെ ധ്യാനയോഗത്തിലേക്ക് കൊണ്ടുപോവാണ് ഭഗവാൻ. വെറുതെ നമ്മൾ ഭൗതിക കാര്യങ്ങളെ രമിച്ച് നടന്നാൽ ഒരിക്കലും നമുക്ക് ആത്മജ്യോതി പ്രകാശം ലഭിക്കുന്നതല്ല. അതിന് കണ്ണടച്ച് ഭ്രൂമധ്യത്തിൽ തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞു ജീവൻ എവിടെ ഇരിക്കണേ, മനസ്സെവിടെ ഇരിക്കണേ, നമ്മുടെ ജീവശക്തി എവിടെ ആയിരിക്കണേ, ഭ്രൂമധ്യത്തിലാണ്, ആജ്ഞാചക്രത്തിലാണ്. അതിൻ്റെ 50% ഓൾറെഡി നിരീശ്വരവാദിക്ക് പോലും ആക്ടിവേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് പോലും തോന്നലുണ്ടാക്കുന്നതും ഉണ്ടെന്ന് തോന്നുന്നതും ഒക്കെ ഒന്നിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ആത്മജ്യോതി പ്രകാശം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതിലേക്കാണ് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അന്തർജ്യോതി എന്ന് പറയുന്ന പ്രകാശ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. അപ്പൊ ആത്മാവ് ഹൃദയസ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രൂമധ്യത്തിലാണ് ഹൃദയസ്ഥാനം, അല്ലാതെ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. അത് 50% ഈശ്വര ശക്തി ആക്ടിവേറ്റഡ് ആണ്. ജനിക്കുന്ന ആ എല്ലാ ജീവജാലങ്ങളിലും 50%, അതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം നമ്മളെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ മറ്റ് ജീവജാലങ്ങളോ ഒക്കെ ഈ 50% ദൈവിക സമ്പത്ത് ഉപയോഗിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. അത് നിജപ്പെടുത്തി വെച്ചിരിക്കുക. സഹയജ്ഞ ഭാവന നമ്മളെ കുത്തി നിറച്ച് അതിൽ നിന്ന് പുറത്തു പോകാൻ ആർക്കും സാധ്യമല്ല. അഥവാ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കേമത്വം കൊണ്ട് അഹങ്കാരം കൊണ്ട് ഭൗതികതയുടെ പിന്നാലെ അതിനെ മിസ്യൂസ് ചെയ്താൽ അത് ബ്രഹ്മഹത്യ. ദൈവീയ ശക്തിയെ നമ്മൾ ഹനിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അവൻ ജന്മം ചെയ്യുന്ന രക്ഷപ്പെടില്ല. ബ്രഹ്മഹത്യ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനെ കൊല്ലല് മാത്രമൊന്നുമല്ല. നമ്മളിലെ ബ്രഹ്മത്തെ ഹനിക്കുക, അതിനെ ദുർവിനിയോഗം ചെയ്ത ഹത്യയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞാലൊന്ന് മനസ്സിലാക്കാന്ന് ഞാൻ വിഷമിക്കാം. അതുകൊണ്ട് ആത്മപ്രകാശം കാരണം ആത്മജ്യോതി തെളിയിക്കണം. അതിന് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഭ്രൂമധ്യത്തിലാണെന്ന് ഓർത്തണം. 2 പുരികങ്ങളുടെ മധ്യത്തിലാണ് ആത്മാവിരിക്കുന്നത്, ജീവാത്മാവിരിക്കുന്നത്. അതിലാണ് മനസ്സിരിക്കുന്നത്. ആ മനസ്സ് പ്രഭാവം ഇല്ലാതെയാകും ആത്മപ്രകാശം ലഭിച്ച. മനസ്സിന്റെ ഈ ചിന്തയും നമുക്ക് ഈ തിരമാല വരുന്ന പോലെ വരുന്ന പ്രഭാവമാണ് മനസ്സിന്റെ പ്രഭാവം എന്ന് പറയുന്നത്. നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ അനുഭവയോഗ്യമാക്കുന്നത് മനസ്സാണ് അനുഭവിപ്പിക്കുന്നത്. ആ മനസ്സില്ലാതെ ആ സുഖവും ദുഃഖവും ഇല്ല, പിന്നെ ആത്മപ്രകാശം മാത്രമേ ഉള്ളൂ. ആ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള എന്താ പറഞ്ഞേ, നീ ആരാന്ന് ഗോവിന്ദപാദർ ചോദിക്കുമ്പോൾ തന്നെ ഒരു 8 ശ്ലോകത്തിലൂടെ ഉത്തരം പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ശിവോഹം 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 എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സല്ല, ഇന്ദ്രിയമല്ല, കണ്ണല്ല, മൂക്കല്ല, ഇങ്ങനെ ഓരോന്നെല്ലാത്തിനെ നിഷേധിച്ച് ശിവോഹം ശിവോഹം. ഓരോ ആ ജീവൻ നമ്മുടെ ശരീരത്തില്ലെങ്കിൽ ശവോഹാകും. ജീവനാണ് ശിവൻ, ശരീരമാണ് ശവം.
അപ്പോൾ കേവലം നമ്മൾ ശൈവമാണ് എന്ന് പറഞ്ഞാൽ ആ ജീവനെയാണ് ഇവിടെ ശൈവം ശിവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കേവലം ആത്മസ്വരൂപമാണ്, ആത്മാവാണെന്ന് അവസാനം പറഞ്ഞ് സ്ഥാപിക്കാം. അവിടെ ശങ്കരാചാര്യരുടെ ഞാൻ ഇന്ന് കേരളത്തിൽ നിന്ന് വന്നാൽ അത് വന്നാ ഇത് വന്നാണെന്നല്ല ഉത്തരം പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ശിവോഹം ശിവോ. ഒരു 8 ശ്ലോകമുണ്ട്. നമ്മൾ ഈ മംഗളസ്തോത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഉണ്ട് 8 ശ്ലോകം. നിർവാണാർഷകം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ അന്തർജ്യോതി തെളിയിക്കണം. അപ്പൊ മനസ്സ് പൂർവമധ്യത്തിലാണ് ആത്മാവിരിക്കുന്നത്, ആ ആത്മാവിലാണ് മനസ്സിരിക്കുന്നത്. മനസ്സിനകത്തൊരു ബിന്ദു രൂപത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവനാണ്, അത് തെളിഞ്ഞാൽ അത് അന്തർജ്യോതിയായിട്ട് പ്രകാശിക്കും. ബിന്ദു രൂപത്തിൽ പ്രകാശ സ്വരൂപമായ ആത്മാവ് തന്നെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മം ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷേ ക്ഷീണ കൽമക്ഷ ചിഹ്നദ്വൈത യഥാത്മാനം സർവഭൂതഹിതേരഥ. ക്ഷീണ കൽമക്ഷ പാപം നശിച്ചവരും ചിഹ്നദ്വൈത സംശയങ്ങളെല്ലാം തുടങ്ങി നീങ്ങിയവരും യഥാത്മന ആത്മനിയന്ത്രണം സാധിച്ചവരും സർവഭൂതഹിതേരഥ സകല ജീവികളുടെയും നന്മയിൽ താല്പര്യമുള്ളവരുമായിരിക്കുന്ന ഋഷികൾ ബ്രഹ്മനിർമ്മാണത്തെ നേടുന്നു. ഋഷയ ബ്രഹ്മനിർമ്മാണം. പാപം നശിച്ചവരും സംശയങ്ങളെല്ലാം തീർന്നവരും ആത്മനിയന്ത്രണം സാധിച്ചവരും സർവജീവികളുടെയും നന്മയിൽ തൽപരമായിരിക്കുന്ന ഋഷികൾ ബ്രഹ്മസായുജ്യത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ ആത്മശക്തി ദൈവിക സമ്പത്ത് നമ്മളെ പോഷിച്ചോ ഇല്ലയോ എന്ന്, പോഷിപ്പിക്കപ്പെട്ടോ അത് ഉയർന്നാണോ വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ എന്താ എളുപ്പമാർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവരോട് ഒരിക്കലും തോന്നാത്ത കാരുണ്യവും ദയയും, എല്ലാവരും ഒരേപോലെയാണെന്നും എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നൊരു ചിന്താഗതിയും ഒരു വിശാല ബുദ്ധിയൊക്കെ പ്രകടമാകാൻ തുടങ്ങും. നമ്മുടെ ആത്മപ്രകാശം നമുക്ക് ലഭിച്ചാൽ അത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നതല്ല, അവരവർക്ക് ബോധ്യം വരുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യം പോലും മാറും. സ്വാർത്ഥ താല്പര്യത്താൻ ആകാംക്ഷ അർജുനൻ തന്നെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ആ ചേതന ഉണ്ടായത് അർജുനനിൽ ആത്മപ്രകാശം കുറച്ച് ഉണ്ടായത് കൊണ്ടാണ് ഭഗവാനോട് ഇങ്ങനെ തുറന്നു ചോദിക്കാൻ ഇടവന്നതെന്ന് മനസ്സിലാക്കുള്ളൂ. ദൈവാധീനം കൂടി നിൽക്കുന്നവർക്കേ ജിജ്ഞാസുവാകാൻ സാധിക്കൂ. അവിടെയാണ് ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ലോകാ സമസ്താസുഖിനു പോകുന്നു. കേവലം അർജുനൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേവലം അർജുനന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളിത് പഠിക്കാൻ തയ്യാറാവില്ല. വിശാല ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ വ്യാസൻ ഇത് എഴുതി വെക്കില്ല. അവിടെ അർജുനൻ ഓരോ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നു, എന്താ ശ്രേയസ? ഈ ഭൗതിക നേട്ടങ്ങളെ കൊണ്ട് ഒരിക്കലും ശാശ്വതമായ ശാന്തിയും സമാധാനവും ഉണ്ടാകില്ല എന്ന് അർജുനൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നാ കാംക്ഷയെ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ആത്മപ്രകാശം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ കുറേശ്ശെ ആത്മപ്രകാശം ലഭിക്കുന്നവർക്കേ കുറേശ്ശെ വിശാല ബുദ്ധി ഉണ്ടാവും. അവർക്കേ മറ്റുള്ള അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും മറ്റൊരാൾക്ക് കൂടി സുഖം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കുന്നവനായിരിക്കും. ഞാനൊരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ, അതുകൊണ്ട് ഇവിടെ വരുന്നവരാരും ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ വിശാല മനസ്സ് എന്താ? ഞാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ, ബാക്കിയുള്ള നേരം കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് നമ്മൾ മറ്റുള്ള ആളുടെ സുഖത്തെയും കൂടെ കാണാൻ കാരുണ്യം കാണിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ ആത്മപ്രകാശം ആത്മജ്യോതി പ്രകാശിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പങ്കെടുക്കാനും അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകും. ഒരു വിശാല മനസ്കൻ സഹജ മനസ്സൊക്കെ പോയിട്ട് വിശാല ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ മഠത്തിൽ എന്തിനാ വന്നിരിക്കണേ? എനിക്ക് എവിടെ വേണേലും താമസിക്കാം. 3 വീടുണ്ട്, എവിടെ വേണേലും പോയി താമസിക്കാം. ഒരു വീടിന്റെ പണി മുഴുവനായില്ല, എന്നാലും വേണേ താമസിക്കണേ ഞാൻ പോയി താമസിക്കാം. കാരണം നനയാതായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കണേ എന്തിനാ? എനിക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം ഗീത പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, മാനവപ്രകാശം സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ള ബുദ്ധിയാണ്. അതിനെന്താ കാരണം?
എൻ്റെ ഉള്ളിലുള്ള അന്തർജ്യോതി കുറേശ്ശെ പ്രകാശിക്കാൻ തുടങ്ങി. മുഴുവനായിട്ടൊന്നും പൂർണ്ണതയിലേക്ക് എത്താനൊന്നും സാധ്യമല്ല, എന്നാലും അതിൻ്റെ ഒരു അല്പമാത്രമായ പ്രകാശം പോലും എനിക്ക് കിട്ടാൻ തുടങ്ങിയത് അത് മറ്റുള്ളവർക്കും കൂടെ കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം ആത്മജ്ഞാനം, ആത്മജ്യോതി എന്നിൽ പ്രകാശിക്കാൻ തുടങ്ങി എന്നർത്ഥം. അതെനിക്ക് നല്ലോണം ബോധ്യം വന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്യാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതും ഒക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കേവത്വം കൊണ്ടല്ല, എന്നിലുള്ള ആത്മശക്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ അനുവാദവും എല്ലാ കാര്യങ്ങളും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും. എന്നിലെ ആത്മജ്യോതി പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ദുഃഖിച്ച് അശോചിച്ചാൻ അന്വശോചിത്തം പറ്റാ വാതാംശ ഭാഷത്തെ എന്ന് പറയുന്ന അവസ്ഥയേ ഇല്ല. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്തവരെ കുറിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ വറീഡായിട്ടിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഈവൺ ഉറക്കം വരാതെ ഇരുന്നാലും വേണ്ടില്ല, മിഥ്യാചാരം എന്ന് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ മതി, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമക്ഷ ചിഹ്നദ്വൈത യഥാത്മാനം സർവഭൂതഹിതേരഥ. പാപം നശിച്ചവരും സംശയങ്ങളെല്ലാം തീർന്നവരും ആത്മനിയന്ത്രണം സാധിച്ചവരും സർവജീവികളുടെയും നന്മയിൽ തൽപരമായിരിക്കുന്ന ഋഷികൾ ബ്രഹ്മസായുജ്യത്തെ അഥവാ മോക്ഷത്തെ പ്രാപിച്ചു. ആ സപ്തർഷികള് ഇല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ജനകനെ പോലുള്ളവർ, ആ മഹാത്മാക്കൾ ചെയ്തു വച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ അവരെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ? ഇവരൊക്കെ ഇതേ ബുദ്ധിയോടുകൂടി ആത്മപ്രകാശത്തോടുകൂടി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ വെറുതെ ഭഗവാൻ ഒരു ഉപദേശം നൽകുകയല്ല, ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഭാരതവർഷത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഭഗവാൻ പറയണം. അതുകൊണ്ട് നിങ്ങളും യോഗിയായി ഭവിക്കൂ, ആത്മനിഷ്ഠനായി ഭരിക്കൂ. ഈ ശരീരത്തോടു കൂടി മനുഷ്യനായിട്ട് ഇവിടെ വന്ന് ജനിച്ചിട്ടുണ്ടല്ലോ. വെറുതെ ഭൗതിക കാര്യങ്ങളിൽ പോയിട്ട് ഇടപെട്ട് ഒരു പ്രാരാബ്ധം വരുത്തി വെച്ച് ആരംഭശൂരത്വം കാണിച്ച് അതിലും അതുമില്ല ഇതും ഇല്ലാത്ത വിധത്തിലാകണ്ട എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്ത് വേണം? കാമക്രോധ വിയുക്താനാം യതീനാം യഥചേതസാഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം. കാമക്രോധ വിയുക്താനാം, കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായവരും, യഥചേതസാം മനസ്സിനെ നിയന്ത്രിച്ചവരും, വിദിതാത്മാനം ആത്മജ്ഞാനം നേടിയവരുമായിരിക്കുന്ന യതീനാം, യതികൾക്ക്, യതി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നും അർത്ഥമുണ്ട്. ബാക്കിയെല്ലാം വിട്ടിട്ടിരിക്കുന്ന ഒരു സന്യാസി എന്താ ചെയ്യേണ്ടത്? സന്യാസം ദീക്ഷ സ്വീകരിച്ചാൽ സന്യാസി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വേദാന്തം സ്വാധ്യായനം ചെയ്യണം. ബ്രഹ്മജ്ഞാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഗീതയും ഒക്കെ പഠിച്ച് അതിൽ സ്വാധ്യായനം ചെയ്ത് ബ്രഹ്മജ്ഞാനത്തിൽ ഉറപ്പ് നേടണം. പിന്നെ എന്താ ചെയ്യണ്ടേ? പ്രണവോപാസന. ഒരു ദിവസത്തിൽ 12,000 പ്രണവമെങ്കിലും ഒരു ദിവസം ജപിക്കണം. അത് രണ്ടും ചെയ്യാത്തവൻ സന്യാസി അല്ല. വേണ്ടാത്ത പ്രാരാബ്ദം കേസും കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് സന്യാസിയുടെ ധർമ്മമല്ല. ഇവിടെ വന്നോളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ സന്യാസിയുടെ ധർമ്മം എന്താ? സന്യാസിയുടെ ധർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വേദം, ഉപനിഷത്ത്, ഗീത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉറപ്പുവരുത്തണം, സ്വാധ്യായനം ചെയ്യണം. അവർക്ക് സന്യാസി ധർമ്മത്തിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദ ഇല്ലെങ്കിൽ ശാസ്ത്രാരംഭം എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഞാനതിന് ബ്രഹ്മനായിട്ട് ഇരുന്നതാ അങ്ങനെ ഒരു ചടങ്ങിന്. ശാസ്ത്രാരംഭം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേദാന്തം പഠിക്കുക എന്നുള്ളതാണ്. വേദാന്തം പഠിക്കാൻ ആരംഭിക്കുക സന്യാസം സ്വീകരിച്ചാൽ.
ആ വേദാന്തിയായിട്ട് മാറണം, ബ്രഹ്മജ്ഞാനം ലഭിക്കണം, ആത്മജ്ഞാനിയായിട്ട് മാറണം. അതാണ് മുഖ്യധർമ്മം സന്യാസം സ്വീകരിച്ചാൽ. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ബാക്കി മന്ത്രങ്ങളൊന്നും ആവശ്യകതയില്ല, പ്രണവ ഉപാസന വേണം. ഈ 2 കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ. ബാക്കി എല്ലാം ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ചിട്ടാണോ സന്യാസിയായിട്ട് വേഷം മാറിയിട്ട് ദീക്ഷ എടുത്ത് വന്നിരിക്കുന്നത്? അപ്പം എന്നാ ഇന്ന് സന്യാസി മഠങ്ങളിലൊക്കെ അങ്ങനെയാണോ നടക്കണേ? സന്യാസി മഠങ്ങളിലൊന്നും അതെല്ലാം നടക്കണേ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞേക്കണേ, നീ ഒരിക്കലും സന്യാസം സ്വീകരിക്കരുത്. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാട്ടോ. കുറച്ചു നേരം വേണം ഇരുന്ന് കേട്ടിട്ട് പോക്കോളൂ. ഊണ് കഴിക്കാൻ സമയമായിട്ടില്ലല്ലോ. എന്തായാലും അമ്പലത്തിൽ തൊഴുതില്ലേ എല്ലാവരും സുഖമായിട്ട്? അപ്പോ സന്യാസം എന്ന് പറഞ്ഞാൽ ശങ്കര പാരമ്പര്യത്തിൽ പോലും നടക്കുന്ന സന്യാസി മഠങ്ങളില് യഥാർത്ഥത്തിൽ സന്യാസ ധർമ്മം പാലിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അവിടുന്ന് കസേര വേണേ എടുത്തു കൊടുത്തത്. ഇല്ല, അവിടെ സ്റ്റൂളുണ്ട്, സ്റ്റൂള് ഉണ്ട് അവിടെ കുറെ സ്റ്റൂൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ സന്യാസി മഠങ്ങളില് ഈ കലിയുഗം ആയതുകൊണ്ടാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യഥാർത്ഥത്തിൽ സന്യാസ ധർമ്മം പാലിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പൊ ബ്രഹ്മസായുജ്യത്തെ അഥവാ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോ തന്നെ കാമക്രോയത്വ യുക്താനാം യതീനാം ഏതാ, ഇവിടെ യതീന്ന വാക്കും കൂടെ ഭഗവാൻ ഉദ്ദേശിച്ചത്. യതീന്ന് ഉദ്ദേശിക്കുന്നത് സന്യാസി തന്നെയാണ്. കാമക്രോധ യുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർമ്മാണം വർദ്ധതേ വിദിതാത്മനം. കാമക്രോധ വ്യുക്താനാം, കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായവരും, യഥചേതസാം മനസ്സിനെ നിയന്ത്രിച്ചവരും, വിധിതാത്മനം ആത്മജ്ഞാനം നേടിയവരുമായിരിക്കുന്ന യതീനാം, യതി എന്ന് പറഞ്ഞാൽ സന്യാസികള്, ബ്രഹ്മനിർമ്മാണം ബ്രഹ്മാനന്ദം അഥവാ പരമശാന്തി, അഭിത വർത്തതേ എന്ന് പറഞ്ഞാൽ ചുറ്റും സ്ഥിതി ചെയ്യുന്നു. കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായവരും മനസ്സിനെ അടക്കിയവരും ആത്മജ്ഞാനികളുമായിരിക്കുന്ന യതികൾക്ക് ബ്രഹ്മാനന്ദം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മുക്തന്മാരാണെന്ന് താല്പര്യം. ഇവിടെ സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച്, സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് സന്യാസത്തിന് പക്വത എന്ന് പറയുന്നത്. അത് ശങ്കരാചാര്യർ തന്നെ സന്യാസത്തിന്റെ യോഗ്യത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പഴം പഴുത്ത് വീഴുന്നത് എപ്പോഴാ? പക്വത വരുമ്പോഴാ. അത് തന്നെയാണ് അദ്ദേഹം പക്വത പറഞ്ഞത്. അല്ലാതെ നമ്മൾ കുടുംബത്തിലെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പ്രാരാബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയിട്ട് സന്യാസം സ്വീകരിച്ചാൽ അവിടെ അവർക്ക് ശാന്തി സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ കർമ്മബന്ധനം തീർക്കാതെ സന്യസിക്കാൻ പോയാൽ നടക്കില്ല എന്നർത്ഥം. വീണ്ടും സന്യാസി ആയാലും വീണ്ടും തിരിച്ചു വന്നിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പം ഇനി സന്യാസി മടത്തി പോയാലോ? സന്യാസ ധർമ്മത്തിൽ ശരിക്കും പക്കാ ബിൽഡിംഗ് ഉണ്ടാക്കി പർണശാല കെട്ടിയിട്ട് താമസിക്കണം, ഉപാസനയിൽ ദൃഢത ഉണ്ടാക്കണം. അതിലും ഉപാസനയിൽ ദൃഢത ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുടീചിക അവസ്ഥ എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പില് പരിവ്രാജകനാകണം, അത് തീർത്ഥാടനം നടത്തണം, യതികളെ, മറ്റ് മഹാത്മാക്കളായിട്ടുള്ള യതികളെയൊക്കെ കാണണം, അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉപാസനയിൽ ആനത്തിൽ ഉറപ്പുവരുത്തണം. അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിലാണ് പരമഹംസനാകണം. ശ്രീരാമ പരമഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹംസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മുടെ ചിന്തയില്, വാക്കില്, പ്രവൃത്തികളില് ഗുണവും ദോഷവും ഉണ്ട്. ഈ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളെയാണ് പരമഹംസൻ എന്ന് പറയാം. ഇപ്പം പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഹംസത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ആ ഹംസം അതില് വെള്ളത്തെ ഉപേക്ഷിച്ചിട്ട് പാല് മാത്രം അതിൽ നിന്ന് ഊറ്റി കുടിക്കും. ഇതാണ് ഹംസം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. അപ്പൊ ഗുണവും ദോഷം തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ആ ഗുണദോഷങ്ങളെ ഇടയ്ക്കുള്ള തൂണം അതെവിടെ അകലം നോക്കിയിട്ട് നിങ്ങൾ ഒരെണ്ണം അവിടെ വരുമല്ലോ. അപ്പൊ രണ്ടിന്റെയും ഇവിടെ ഇടുന്നതിന്റെ രണ്ടിന്റെയും നടുക്ക്. ഇതില് അല്ല, ഇവിടെ ആയാലും തടസ്സമൊന്നും വരില്ല. ഇല്ലെങ്കിൽ അവിടെ കൊടുത്തെങ്കിൽ അവിടെ
ആ ശരി ശരി. ആ ആ ബാലൻസിങ്ങിന് വേരിയേഷൻ വരരുതെന്ന് മാത്രം, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ പരമഹംസൻ പറഞ്ഞ മനുഷ്യന് പൊതുവെ വിശേഷ ബുദ്ധിയുണ്ട്. എന്താ വിശേഷ ബുദ്ധി? എന്താ വിശേഷ ബുദ്ധി? ഗുണവും ദോഷവും തിരിച്ചറിയാനുള്ള കഴിവാണ്. അത് വെറുതെ ഗുണവും ദോഷം തിരിച്ചറിയല്ല. നമുക്ക് ദൈവിക സമ്പത്ത് 50%, ആസുരി സമ്പത്തും 50% ഉണ്ട്. ഈ ആസുരി സമ്പത്ത് എന്തുണ്ടായിട്ട് നശിക്കുന്നു അതിനെയാണ് പ്രേയസ് എന്ന് പറയാം. പ്രത്യക്ഷം, ശരീരം അടക്കം പ്രേയസാണ്. നമ്മൾ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തി കൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതൊക്കെ ഇഷ്ടഭോഗങ്ങൾ ഭഗവാനോട് ചോദിച്ചു വാങ്ങിയാൽ അത് പ്രേയസായിരിക്കും. അതേ ഇഷ്ടഭോഗം കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അതിനെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ചിന്തയില്, വാക്കില്, പ്രവൃത്തികളില് ഗുണവും ദോഷവും ഉണ്ട്. ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നാ ശോചിതു മർക്കസി എന്നാ ഭഗവാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം അനുഭവിക്കുക? ദുഃഖം തീർക്കാനാണല്ലോ അമ്പലത്തിലൊക്കെ പോണത്, അല്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കണത് എന്താ? സമാധാനം ഉണ്ടാകണമെന്ന് ഉദ്ദേശമുണ്ടോ? സമാധാനം ശാശ്വതമായിട്ട് എന്തെങ്കിലും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സുഖം കഴിഞ്ഞാൽ ദുഃഖം വരും, ദുഃഖം കഴിഞ്ഞാൽ സുഖം വരും. ഇത് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പൊ ഗുണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുഃഖരഹിതമായിട്ട് ജീവിക്കും. അതാണ് പരമഹംസൻ എന്ന് പറഞ്ഞാൽ. സന്യാസിമാരാണ് ഇതൊക്കെ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് നമുക്കൊക്കെ മാർഗദർശനം നൽകേണ്ടതാണ്. അതുകൊണ്ട് സന്യാസ യോഗമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ് സന്യാസ യോഗം? ഇന്ന് സന്യാസി ധർമ്മങ്ങളിലെ സന്യാസി മഠങ്ങളിലൊന്നും യഥാർത്ഥ യോഗമൊന്നും അല്ല നടക്കണേ. അതുകൊണ്ടാണ് എനിക്ക് 10ഓളം സന്യാസിമാരുമായിട്ട് ഇടപെട്ടിട്ട് അനുഭവമുണ്ട്. ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജന്മത്തിൽ ഒരിക്കലും സന്യാസം സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബദരിന്ന് വരെ അവധൂതന്റെ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ശങ്കര പാരമ്പര്യത്തിലും പോയി സന്യാസം സ്വീകരിക്കുന്നു പറഞ്ഞു. ഞാൻ ജോഷി മഠത്തിലും അവിടെയുള്ള 3 മഠങ്ങളിൽ പോയതാണ്. അവിടെ ശിവാനന്ദ ഋഷികേശിലുള്ള ശിവാനന്ദാശ്രമത്തിൽ പോയിട്ടുണ്ട്. ഇവിടെയൊന്നും അവിടുത്തെ ഇപ്പോഴത്തെ നിലയും പെരുമാറ്റവും കണ്ടിട്ട് അവിടെയൊന്നും സന്യാസിക്കുന്ന സന്യാസം എടുത്ത് പോകാൻ യോഗ്യത അല്ല എന്ന് മനസ്സിലാക്കി. കാരണം എല്ലാവരും ഭൗതികമായിട്ടുള്ള സമ്പത്ത് സമ്പാദിക്കാനും അതിന്റെ പിന്നാലെയാണ് എല്ലാവരും. പക്ക ബിൽഡിംഗ് പോലും ഉണ്ടാക്കാൻ സ്വർണ്ണശാല കെട്ടി താമസിക്കണതാ പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഈ മഠത്തിൽ ചെയ്യണ അതാ. സ്ഥിരമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മഠം പിന്നെ പണ്ടേ ഉള്ളതാ. ഞാനിപ്പോ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഒരു മഠം ഉണ്ടാക്കി, അത് മഴ പെയ്തിട്ട് അതൊക്കെ ഉരുണ്ടി ആടുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും അത് പൊളിച്ച് നേരെയാക്കാം. നാളത്തേക്ക് നിങ്ങൾ വായിക്കാറാക്കുമ്പോഴത്തേനൊക്കെ പണി കഴിയും, പ്രശ്നമൊന്നുമില്ല. അപ്പം താൽക്കാലികമായിട്ട് ഡിസംബർ 26 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഈ സന്യാസി ധർമ്മം അല്ല ഒരു മഠത്തിൽ നടക്കണം, അധർമ്മമാണ് നടക്കുന്നത്. എവിടെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ ശങ്കര പാരമ്പര്യത്തിലുള്ള മഠത്തിൽ പോയാലും അവിടെയൊക്കെ അധർമ്മ. ഞാൻ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. സന്യാസിമാരായിട്ട് എന്നെ സന്യസിക്കാൻ ദീക്ഷ തരാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സംവാദത്തിൽ ഞാൻ ഇപ്പോൾ സന്യാസം സ്വീകരിക്കാൻ അർഹനല്ലെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് ദീക്ഷ എടുക്കാൻ ഞാൻ അർഹനല്ല എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ സന്യാസിക്കാൻ പക്വതയായിട്ടില്ല. അവർ സന്തോഷമായിട്ട് പൊക്കോട്ടെ, നമ്മളെന്തിനാ പറയുന്നത്? അപ്പം ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ 10 വിധ സൃഷ്ടിയുണ്ട്. 10 വിധ സൃഷ്ടിയിൽ 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന്റെ ഒരൊറ്റ ഡ്യൂട്ടിയാണ് ഈ ധർമ്മത്തെ യഥാവിധി നിലനിർത്തണം. സജ്ജനങ്ങളായിട്ട് മാറിയിട്ട് ധർമ്മത്തെ നിലനിർത്തേണ്ടത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്. മനുഷ്യൻ എന്താ വിശേഷ ബുദ്ധി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ പ്രപഞ്ച സൃഷ്ടിയിലൊക്കെ ഗുണവും ദോഷവും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പോലും ദോഷമുണ്ട്. എല്ലാ കർമ്മങ്ങളും ദോഷലിപ്താണ്. എന്നാൽ പിന്നെ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാതിരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതായ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. കർമ്മത്തിലുള്ള ദോഷം എന്താ? നിങ്ങൾ റിപ്പീറ്റായിട്ട് ഏതെങ്കിലും ജോലി ചെയ്താൽ അതിൽ വാസനാബലം ഉണ്ടാവും. അത് പ്രാരാബ്ധമായിട്ട് മാറും. ആ വാസനാബലം അടുത്ത ജന്മത്തിന് കാരണമായിട്ട് വരും. ദിവസവും ചായ കുടിച്ച് പഠിച്ചു നോക്കൂ. പിന്നെ ചായ കിട്ടുന്നതായിരിക്കും സന്തോഷം. വീണ്ടും വന്ന് ജനിച്ച കുട്ടിക്ക് പാല് കിട്ടുന്ന, അമ്മയുടെ പാല് കുടിക്കുന്നതിൽ സന്തോഷം ചായ കിട്ടുമ്പോഴായിരിക്കും. ഈ വാസനാബലം ക്യാരി ഫോർവേഡ് ചെയ്യും അടുത്ത ജന്മത്തിലേക്ക്. അപ്പം കർമ്മത്തിന്റെ ദോഷമല്ലേ ഇത്?
അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഒന്നിനോടും അറ്റാച്ച്മെന്റും മമതയും വെക്കാൻ പാടില്ല, എന്നാൽ ഒന്നിനെയും വെറുക്കാൻ പാടില്ല. ഒരു ദൂരം കീപ്പപ്പ് ചെയ്തു ന്യൂട്രലായിട്ട് നിസ്സംഗനായിട്ട് നിന്നോണം. അപ്പോൾ ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വിധ ഐശ്വര്യങ്ങളാണ് 10 വിധ സൃഷ്ടിയിൽ 8 വിധ ഐശ്വര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണവും ദോഷങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ കണ്ടൻസ് മനസ്സിലാക്കിയിട്ട് പുനഃസൃഷ്ടിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ ശർക്കരയും പഞ്ചസാര ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉറുമ്പോൾ ഒരു മെസ്സേജ് വായിക്കാതെ വന്ന് കഴിക്കും, ഇല്ലേ? അത് തീരുന്നവരെ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോകും. മനുഷ്യൻ അങ്ങനെയല്ല. മുമ്പിൽ കിട്ടുന്ന പഞ്ചസാരയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻസ് മനസ്സിലാക്കിയിട്ട് പുനഃസൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഭൗതിക നേട്ടങ്ങൾ മുഴുവൻ അങ്ങനെ ഉണ്ടാക്കിയതാ. പക്ഷേ ഈ നേട്ടങ്ങളൊക്കെ ഭൗതിക എയർപ്ലെയിൻ ഉണ്ടാക്കി തലയിൽ ബോംബ് വെച്ചിട്ട് പൊട്ടിക്കാനുള്ള സൗകര്യം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ നശിപ്പിക്കും. നമ്മൾ എന്തൊക്കെ ഭൗതികമായിട്ട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയാലും അതേ കാരണം കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും, ഇല്ലേ? കുറേ പേരെങ്കിലും ദുഃഖിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഒന്നും വേണ്ട, നിങ്ങൾ ഭഗവാനോട് സന്തതി ഇല്ലാത്ത ഒരു സന്തതി പോയി ചോദിച്ചു നോക്കുള്ളൂ. ആത്മാർത്ഥമായിട്ട് ചോദിച്ച സന്തതിയൊക്കെ തരും. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഇങ്ങനെയുള്ള മക്കൾ എനിക്ക് വേണ്ടായിരുന്നു. നിങ്ങളെ ഇഷ്ടഭോഗം എനിക്ക് വീടുണ്ടാവുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീടുണ്ടാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പ്രളയം വന്നിട്ട് അതൊക്കെ മുക്കിപ്പോയാൽ, നിങ്ങളെ രക്ഷിക്കാൻ ആള് വന്നിട്ടും രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടും രക്ഷപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിലോ എനിക്കിവിടെ വിട്ടാൻ പോകാൻ പറ്റില്ല. ഇപ്പം ചാലക്കുടിയിൽ ഈ 2018 ഒരു പ്രളയം ഉണ്ടായപ്പം അവർ നല്ലൊരു 2 നില വീടുണ്ടാക്കിയിട്ടുണ്ട്. റെസ്ക്യൂ പാർട്ടി അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു വള്ളത്തിൽ കയറും. എല്ലായിടത്തും വെള്ളം അരയ്ക്കപ്പം ഒരു നില മുഴുവൻ മുങ്ങി. എന്നിട്ട് എല്ലായിടത്തും വെള്ളമാണ്, നിങ്ങൾ അമ്മയും മകനും മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവർ തയ്യാറായില്ല. എന്നാൽ പിന്നെ ഈ 2 നില വീടുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു വെഞ്ചിരിച്ചിട്ടില്ല അത്ര, പള്ളിയിൽ അച്ഛൻ വന്നിട്ട് വെഞ്ചിരിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചാലക്കുടി പുഴയുടെ താഴെ നിന്ന് അമ്മയുടെയും മകന്റെയും ജഡം കിട്ടി വെള്ളത്തിൽ. എന്തിനു വേണ്ടിയിട്ടാ വീടുണ്ടാക്കിയത്? അതിനെ അനുഭവിക്കാൻ സാധിച്ചില്ല. പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടാലും മനുഷ്യൻ പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് യതികളുടെ ഇവിടെ ഉദാഹരണം പറഞ്ഞ എന്താ, യതികൾ പോലും ഇന്ന് കലിയുഗം ആയതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല പ്രവർത്തിക്കുന്നതെന്നർത്ഥം. അപ്പൊ നമുക്ക് ഈ 8 വിധ സൃഷ്ടിയിലെ എന്തൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ച് സഖയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവത്യക്ഷം വേഷവോസിട്ട കാമതയ്ക്കുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഖയജ്ഞ ഭാവനയോടുകൂടി അതിനെയൊക്കെ പോഷിപ്പിച്ച് ഈശ്വരീയമായ കടാക്ഷത്തോടു കൂടി മാത്രമേ അതിനെ നിലനിർത്താൻ പറ്റൂ. അതിൻ്റെ ഗുണവും ദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരൻ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ പുനഃസൃഷ്ടിച്ച് അതിനെ പരിപാലിക്കാനുള്ള ധർമ്മം മനുഷ്യന്റെ ധർമ്മമാണ്. അതിനാണ് ഭഗവാൻ 9ാമത്തെ അവതാരമായിട്ട് വന്നിട്ട് പൂർണ്ണ അവതാരമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ജനനം മുതൽ 125 വയസ്സ് വരെ ജീവിച്ച് കാണിച്ചു തന്നു. എന്നിട്ടും ഭഗവാൻ ഉദ്ധവനോട് ചോദിക്കേണ്ടി വന്നു, എന്താ ഉദ്ധവ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയായി പോയെന്ന്. ഭഗവാന്റെ ഒപ്പം ജീവിച്ചിട്ട് പോലും കണ്ടുപഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെവിടുന്നാ പഠിക്കണേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്നാ ഭഗവാൻ അടുത്ത വ്യവസ്ഥയുണ്ട്. 10ാമത്തെ സൃഷ്ടിയിൽ എന്താ ചെയ്തു വെച്ചേക്കണത്? ഭഗവാൻ നിർഗുണ പരപരമായിട്ട് വിഗ്രഹ രൂപത്തിൽ നിർഗുണ പരപരമായിട്ട് നിൽക്കും. ഈ വിഗ്രഹത്തിന് എന്താ കാര്യം എന്ന് ചോദിക്കും. കല്ലിന്റെ കൂട്ടം അങ്ങനെ ഇരിക്കും. പക്ഷെ ഭഗവാനൊക്കെ ചെയ്തു വെച്ചിട്ടാ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കണേ. 10ാമത്തെ സൃഷ്ടിയിൽ ആരാണോ ധർമ്മം പാലിക്കാതെ അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള വ്യവസ്ഥയാണ്. അത് തന്നെ പാശ്ചാത്യർ കോഡെന്ന് പറഞ്ഞു. G for generate, O for organize, D for disturb and destroy. ധർമ്മം ആരാണോ പരിപാലിക്കാതിരിക്കുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അതൊക്കെ ചെയ്തു വെച്ചിട്ടാ ഭഗവാൻ മിണ്ടാണ്ടിരിക്കണം. എപ്പോഴും ചിരിച്ചോണ്ട നമ്മുടെ ഈ തോന്നിവാസമൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക. സത്യം എന്താന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കാമക്രോധ നമ്മൾ ജീവിച്ച് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോ തന്നെ കാമക്രോധ വിയുക്താനാം യതീനാം ഏത ചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം എന്നാണ്. അതുകൊണ്ട് കാമക്രോധങ്ങളിൽ നിന്നും മുക്തരായവരും മനസ്സിനെ അടക്കിയവരും ആത്മജ്ഞാനികളുമായിരിക്കുന്ന യതികൾക്ക് ബ്രഹ്മാനന്ദം എങ്ങും നിറഞ്ഞിരിക്കുന്നതായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. അവര്
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരാണെന്നാണ് താല്പര്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ മരിച്ചിട്ടാണ് ജീവൻ മുക്തി എന്നുള്ള ഭാവത്തിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കണക്കാക്കിക്കണം. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജീവൻ മുക്ത ഭാവം അനുഭവിച്ചാലേ ശരീരം ത്യജിച്ചാൽ ജീവൻ മുക്തനാകും. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പൊ ഇനി കുറച്ച് ഭാഗവതം ചിന്തിക്കേണ്ടതുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ 21 തൊട്ട് 26 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത് ആത്മനേ സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയം അനശ്വതേ ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോ നയ ഏവതേ ആദ്യന്തവന്ത ഗോന്ദേയ നദേഷു രമതേ ബുധ ശക്നോതി ഹൈവേ സോടും പ്രാശരീര വിമോഷണാൽ കാമക്രോധോത്ഭവം വേഗം സയുക്ത സുഖീ നര യോ അന്തസുഖോ അന്തരാരാമോ തഥാ അന്തർജ്യോതിരവ്യ സ യോഗീം ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷ ചിന്നദ്വൈത യഥാത്മാനം സർവഭൂതഹിതേ രഥ കാമക്രോധ വിയുക്താനാം യതിനാം യതചേതസ അഭിതോ ബ്രഹ്മനിർവാണം വർദ്ധതേ വിദിതാത്മനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാജ ശംഖചക്രം കൗമോദകിം സരസിജങ്കരണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി, പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം.